ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമുക്ക് ഹാപ്പി ഓണമായി. ഇനി നമുക്ക് നേരെ ഒരു കസ്റ്റമേഴ്സ് നമുക്ക് അതായത് ലൈൻ ബസ്സൊക്കെ പോലെ നമുക്ക് പോകാം അല്ലേ ചെയ്യാൻ? ഹാപ്പി ഓണം. സദ്യ സദ്യ ഇല്ലടാ, എന്താ സദ്യ തീർന്നു പോയി. ആണോ? നീ ഒരു എടാ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അതെന്താടാ എടാ, എന്താണ് ലൈറ്റ് കത്തി നിൽക്കാത്ത? ഗൈസ്, വണ്ടിക്ക് ലൈറ്റിന് എന്താ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നാ ഗൈസ്. സിയാണ് നീ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കോ? അയ്യോ, ഓണായി സെറ്റായി ഗൈസ്. നമുക്ക് ആദ്യം നമുക്ക് ഗൈസ് ബാക്കാട്ടായിരുന്നു ഗൈസ് പോകണ്ട. ഫസ്റ്റ് നമുക്ക് ട്രിപ്പല്ല ഇത് എന്താ വീട്, അത് ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഗൈസ് നമുക്ക് നേരെ ആദ്യം എവിടെ ആൾക്കാരെ പിക്ക് ചെയ്യണം ഗൈസ്. ട്രിപ്പല്ല ടൈസ്, നമുക്ക് ഇന്നൊരു ഓട്ടമാണ്. ഓട്ടം അല്ലേ? എവിടെ ഓട്ടം? അതിപ്പോൾ നമ്മൾ പോണ വഴിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അതാണ് ഓട്ടം. ക്ഷീണിക്കും. അതിന് നീ ഇപ്പോൾ മറ്റേ മിൽമ കുടിച്ചിട്ടുണ്ടെന്നുണ്ടല്ലേ, ഒടുക്കത്തെ ലാഗ് ഗൈസ്. ഇച്ചിരി സീനാണ് അല്ലേ സിയാന്? അത് രാത്രിയും കൂടെ അത് തന്നെ. മനുഷ്യനെ ലാഗടിപ്പിക്കാണ്ട് ഓടിക്കും. മനുഷ്യനെ ലാഗടിപ്പിക്കാനാ? എൻ്റെ പൊന്നോ ഗൈസ്, നമുക്ക് അതിന് റിവേഴ്സ് എൻ്റെ കൈ ക്യാമറ. എൻ്റെ കൈ ക്യാമറ തന്നെയാ ഗൈസ്. ഇവൻ്റെ കൈക്കൊക്കെ ക്യാമറ കൊടുത്താൽ ക്യാമറ ആണെങ്കിൽ എടുത്ത് കടിച്ച് തിന്നും. അങ്ങനത്തെ ടീമാണ് ഇവന്മാർ അല്ലേ അക്കു? എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ചോദിച്ചില്ലല്ലോ അവര്. തീർന്ന് അക്കു പ്ലിങ്ങേട്ടാ. അക്കുൻ്റെ ഓറ പോയി. അടുത്ത പ്രാവശ്യം പിടിക്കാം. ബസ് അടുത്ത പ്രാവശ്യം പിടിക്കാം. സ്റ്റാർട്ട് ട്രിപ്പ് ഓക്കെ വാ നമുക്ക് പോയി. ഇനി നമുക്ക് ലൊക്കേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്റെ ക്യാമറ തന്നെ ക്യാമറ കിട്ടി. എന്താണ് ചെയ്യാൻ നീ ഫ്രണ്ടിൽ കയറിയിരിക്കണം? പിന്നെ ഫ്രണ്ടിൽ കയറണ്ട. പിന്നെ ഫ്രണ്ടിൽ കയറി. പൈസ നമുക്ക് ഇനി എങ്ങോട്ടേക്കാണെന്ന് അറിയാൻ പാടില്ല. അയ്യോ പൈസ വലിയ വളവായിരുന്നത്, അഡ്വഞ്ചർ വളവായിരുന്നത്. പെട്രോൾ ഇല്ലല്ല. പെട്രോൾ അടിക്കണ്ട, പറ്റൂല. അപ്പൊ കാണുന്ന വഴിയാണെങ്കിൽ നിർത്താം. അക്കുനെ പിടിച്ച് കിട്ടുന്നോ? പൈസ ഉണ്ട്, പൈസ ചോട്ടി എന്തോ കസ്റ്റമേഴ്സിനൊക്കെ അയ്യോ ബെല്ലടിക്കണ്ടേ? ഓക്കെ ഓപ്പൺ ദ ഡോർ. അയ്യോ അത് ഞാൻ മറന്നു പോയില്ലേ. ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചാടിക്കയറാൻ പറഞ്ഞു അവരെടുത്ത്. ചാടിക്കയറി എല്ലാരും ചാടിക്കയറിക്കോ. ടിക്കറ്റില്ല. വൈസ് നമുക്കിനി അടുത്ത ആളെ പിക്ക് ചെയ്യാം അല്ലേ? ടിക്കറ്റ് ഇടറാ. ടിക്കറ്റ് അപ്പൊ നീ ഓർഡർ ഇടാ ചെയ്യാൻ ടിക്കറ്റ്. നീയും കൂടി കിളിയാണ്. അപ്പൊ ഞാൻ പിന്നെ ഫ്രണ്ട് ഇരിക്കണം. നീ ടിക്കറ്റ് എടു. ഞാൻ ടിക്കറ്റ് ടിക്കറ്റ് ഇടറാ പൊട്ടന്മാരെ. ടിക്കറ്റ് അക്കൂന്റെ കൈ ക്യാമറ കൊടുത്തേ. സിയാ നീ പോയെടുത്തേ. ഇങ്ങോട്ട് വന്നേ കൊച്ചി. അപ്പൊ സിയാ ടിക്കറ്റ് എടുത്തോ. ടിക്കറ്റ് ചേട്ടാ, ടിക്കറ്റ് പൂരപ്പറമ്പിലോട്ടൊരു യാത്ര. 1000 രൂപ. സോറി, 50 രൂപ. നിങ്ങൾ വയസ്സ് വലിയ ആളുകളുണ്ട്. 50 രൂപ ഒന്നും പറയില്ല. 5 ഉറപ്പിച്ച് കുറേ ഇല്ല. ഓക്കെ ചേട്ടാ, ടിക്കറ്റ്. ഇത് ബസ് എങ്ങോട്ടാണ് പോണത്? വീട്ടിലേക്ക്. ആരുടെ വീട്? എന്റെ പൊന്നു സിയാനെ. സിയാനെ അത് വീട്ടിലാട്ടെന്നൊക്കെ തിരുവനന്തപുരം. ഓക്കെ അപ്പൊ നമ്മ തിരുവനന്തപുരത്ത് പെട്രോൾ പമ്പ് നിർത്തിക്കോ. പെട്രോൾ പമ്പ് അടിച്ച് വിളിച്ചേക്കാം. അങ്ങാട്ട് ഒരു തീരൂല. നമ്മുടെ പെട്രോൾ പമ്പല്ലേ. കത്തിക്കഴിയുമ്പോ നമ്മുടെ പെട്രോൾ പമ്പാവും. കത്തിക്കഴിയുമ്പോ നമ്മുടെ പെട്രോൾ പമ്പല്ല. ഓക്കെ പിന്നെ അറിയാൻ പാടില്ല. ഫുള്ള് അടിച്ചോ. ഫുള്ള് നാടകം കൂട്ടിക്കൊടുറാ. ഏത് പൈസ ഇത്രോള് നമ്മുടെ ഫുള്ളാക്കണം. പൈസ ഉണ്ടാവൂലടാ, അതാണ് പ്രശ്നം ഗൈസ്. നമുക്ക് പൈസ കുറവാണ്.
ഓക്കെ ഫില്ലായി പെട്രോൾ ഫില്ലായി. പൈസ പറയാന്നിട്ട് എങ്ങനെയാണ് ഫുള്ളായി? അത് പൈസ ഉള്ളതുകൊണ്ട് ഫില്ലാക്കി. അപ്പൊ നമുക്ക് ഇനി ഒന്നും പറയണ്ട. ഇടിച്ച് ചേട്ടാ ടിക്കറ്റ് എടാ മോന് ടിക്കറ്റ് എടുക്കാണ്ട് വല്ല ഫ്രീ യാത്ര കിട്ടും. അതോടെ കുഞ്ഞു ഞാൻ ചവിട്ടി പുറത്തേക്ക് ഇടാം. എന്താണ് ചെയ്യാനേ? ചവിട്ടി പുറത്താക്കാൻ പോണോ? ഡോർ എന്താ ചെയ്യാനേ? പാപ്പൻ ചത്തു വയ്ക്കാന്ന് ഇഞ്ഞടുത്ത് തന്നെ കൊല്ലോട്ടാ. എന്താ അയാള് പറഞ്ഞ് ഫ്രീ ആയിട്ട് ടിക്കറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല പറഞ്ഞത് കൊച്ചി. അത് ക്യാമറയിൽ പറഞ്ഞില്ലെന്ന്. ഓക്കെ ഞാൻ കേട്ടാ. അടുത്ത ടിക്കറ്റ് എടുക്കാൻ തയ്യാറായി. വെയിറ്റ് അവര് കയറട്ടെ. അക്കു ക്യാമറ അവരൊക്കെ പിടിച്ചിരുന്നോട്ടാ. വണ്ടി മാറ്റിക്കൊണ്ടാ അമ്മായിക്കും പോണ്ടാ. അമ്മാര് പോകണ്ട വേണ്ട. നമ്മ കലൂരുണ്ടാക്കിയ ട്രാഫിക് ബ്ലോക്കിന്റെ അത്ര ഇല്ലല്ലേ ഇത്? എടാ ആരാണ് ബാക്കാട്ടൊക്കെ ഇടിച്ച് ഫ്രണ്ടിലായിട്ട് ഇടിച്ച് വെച്ച് തന്നെ നമ്മള് അത് ബാക്കി ആൾക്കാർ ടിക്കറ്റ് ചേട്ടാ ടിക്കറ്റ് എടോ ഒരു അമ്പലപ്പറമ്പ് 50 രൂപ. ചേട്ടന്മാര് ഇത് ഞങ്ങൾ ഇവിടെ സ്ഥലക്കച്ചവടം ഒന്നല്ല നടത്തണമാര്. സ്ഥലത്തിന്റെ പേര് പറ. എടോ അമ്പലപ്പറമ്പ്. അമ്പലപ്പറമ്പ് പൂരപ്പനും 40 ഞാൻ സാരി ഇട്ടോന്ന് എനിക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റൂല. കാരണം KSRTC അല്ല ചേട്ടാ. KSRTC പോലെയുള്ള വണ്ടി പോണ. അത് ചാച്ച ഹൗസ്കണോ ഈയാണ്. ആ പവന മുക്കാൻ ചാച്ച ഹൗസ്കണോ ഉയ്യെന്ന്. അച്ഛോ അപ്പൊ നമുക്ക് നേരെ പോവാം. അയ്യോ ചേട്ടാ ടിക്കറ്റ് അല്ല ടിക്കറ്റ് എടുത്തിരിക്കണേ ടിക്കറ്റിന്റെ പൈസ. മോനെ ടിക്കറ്റ് എടുക്കാൻ ഞാൻ സാരി ഇട്ടാണ്ടാന്നേക്കണം. പക്ഷെ KSRTC അല്ലല്ലോ. പക്ഷെ ഇതിപ്പോ സീനില്ല. പൈസ ഓക്കെ സേഫ്റ്റി. അപ്പൊ ഞാൻ ബാക്കാളോട് ടിക്കറ്റ് ചേച്ചി ടിക്കറ്റ് എനിക്കെന്റെ പൂരപ്പറമ്പിലോട്ട് ടിക്കറ്റ്. വീണ്ടും പൂരപ്പറമ്പ്. എവിടെയാണ് ഈ പൂരപ്പറമ്പ്? ചേച്ചി എവിടെയാണ് പൂരപ്പറമ്പ്? ഒരു ഡ്രൈവറിനെ അറിയണം. പൂരപ്പറമ്പ് എവിടെയാണ്? എടാ ചേച്ചി പൂരപ്പറമ്പല്ലേ 1000 രൂപ. എന്താണ് അവനെ ഓടാന്? ഓടാതെ ഓക്കെ 40 രൂപ. ചേട്ടാ ടിക്കറ്റ്. എടാ മോനെ ടിക്കറ്റ് എടുക്കാൻ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ഞാൻ ഇതുകൂടെ കുനിച്ചിരുന്നു. ടിക്കറ്റ് എടുക്കാണ്ട് ഫ്രീ ആയിട്ട് പോവാമോ? ഇല്ല ഞാൻ ചവിട്ടിയാലെ പുറത്തേക്ക് എടുക്കും. ചവിട്ടി പുറത്താക്കി എനിക്ക് പുറത്തുകൂടി പിടിച്ചു തരാമോ? ഇല്ല ഞാൻ ഇല്ലേ പുറത്തുകൂടി പിടിക്കാൻ മുമ്പ് ഞാൻ ഇവിടെ നിന്ന് ഒറ്റ ചവിട്ടി താഴ്ചേക്ക്. അപ്പൊ നീ എന്റെ ഒപ്പം പോരില്ലേ? ടിക്കറ്റ് എടുക്കാൻ ആയിരിക്കും. അത് വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, എന്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. ഇവന്റെ കൂട്ടുകാരന്മാര് പണ്ടാരം ഇവരുടെ സൈവനൊക്കെ അങ്ങനെ തയ്ച്ചു പോണം. അത് കുറച്ച് ഭാരമുണ്ട്. കുറച്ച് ഭാരം. അയ്യോ തീർന്നേ. ഓടിച്ചില്ല. പ്രൊഫഷണൽ ഡ്രൈവർ അല്ല. നിന്റെ ലൈസൻസ് എവിടെ നിന്ന് എടുത്താ? ബസ് സ്റ്റോപ്പിന്ന്. ഓടിച്ചില്ല. ജസ്റ്റ് എടാ ഈ ഗോകേറി ഇവനെ വെട്ടിക്കാങ്ങാട്. ഭയങ്കര സ്പീഡിലാണ് കാണാൻ പറ്റോണ്ട് ഗൈസ്. എടാ അടിച്ച് ഇല്ല. അപ്പൊ ടിക്കറ്റ് എടുക്കണല്ലായിരുന്നു. ടിക്കറ്റ് എടുക്കണം. ഒരാൾ പറഞ്ഞ ടിക്കറ്റ് എടുക്കാണ്ട് വണ്ടി ഇരിക്കാൻ പാടില്ല. എടാ മോനെ ടിക്കറ്റ്. എടാ എന്താണ് അതൊന്നും ആക്സിലേറ്റർ ചവിട്ടിയപ്പോ വണ്ടി നീങ്ങാണ്ടായില്ല. 2 ചവിട്ട് വെച്ച് കൊടുത്തപ്പോ വണ്ടി നീങ്ങുന്നുണ്ട്. അത് കൊള്ളാം. അടിയന്മാര് ബാക്കി ഇടാൻ ഇടിക്കണ്ട. ഏത് മൊണ്ണേണ്ട ബാക്കി വന്നിരിക്കും. മൊണ്ണയുടെ മോനുണ്ടോ? എന്താണ് അയ്യോ ഞാൻ പോകണ്ട. വൈരസ് ആയി പോയില്ല. നീ പോയിക്കോ. ഞാൻ നീ പോയിക്കോ. ക്യാമറ എനിക്ക് പൈസ മക്കളെ പയ്യനങ്ങാട്ട് പോകാല്ലേ. നീ എന്നാ പറഞ്ഞ
ഞാനെന്തോ തോന്നി അല്ല നീ അവന്റെ ബാക്കിൽ ആൾക്കാർ ആ വണ്ടി കിട്ടുന്ന അതൊന്നും പറഞ്ഞേ എന്തിനാണ്ടാ വന്ന നീ മലയോളം എന്നാ ഇംഗ്ലീഷ് അറിയാളാ ഇംഗ്ലീഷ് പറ്റാത്തത് ഉച്ചക്ക് ഉച്ചക്ക് ചോറ് സദ്യ സന്ധ്യ അയ്യോ സന്ധ്യ കഴിച്ചിട്ടില്ലടാ സദ്യ കഴിപ്പിച്ചെന്നാ ചേട്ടാ കുണ്ടിയാണ് എന്താണ് ചെയ്യാൻ കസ്റ്റമേഴ്സിന്റെ കുണ്ടി പോലെ നീ വെറുതെ വിടൂലേ ഇല്ല ഞാൻ കറി വെച്ച് കൊടുക്കുവാ എടാ എന്താ ഇതില്ലേ അയ്യോ ആള് ബസ് സ്റ്റോപ്പിൽ അപ്പാപ്പനാണ്ടാ അപ്പാപ്പനെ പിടിച്ചേറ്റിക്ക് പൈസ കേറി വിട്ടോ ഓക്കെ വിടാ എടാ വണ്ടിക്ക് പോയാലുള്ള കൊണ്ട് തള്ളു പോയി അതോടെ പൈസ എടുക്കുന്ന ടിക്കറ്റ് എടാ പിന്നൊരു 10 രൂപ ചേഞ്ച് ഉണ്ടാ ചില്ലറായിട്ട് 10 രൂപ 5 രൂപയിലാണ്ടോണ്ടാണ് ഞാൻ ബസ് ഓടിക്കാൻ വന്നത് ഗൂഗിൾ പേ ഉണ്ടോ ചേഞ്ച് ആടാ ഗൂഗിൾ പേന്റെ അകത്ത് തന്നെ $0 10 രൂപ ചേഞ്ച് അല്ലേ ഞാൻ തരാം നോക്കെടുക്ക് മക്കിടിയിലിടാനാ അല്ല മക്കിടി എന്താന്നറിയോ അല്ല പക്കിരിയാ എടാ മക്കിടി കൊടുക്ക അറിയാലേ ഞങ്ങളുടെ മക്കിരിയെന്ന് വണ്ടിയുടെ അടി കട്ടേട്ടാ എടാ ഞങ്ങൾ ടിക്കറ്റ് ഇട്ടാ അപ്പാപ്പൻ്റെ അടുത്ത് ടിക്കറ്റ് ഇനി എന്നാ ലൈലം വിളിക്കണം ടിക്കറ്റ് ആണാ കഴിഞ്ഞ ഫൈനലി ബാക്കിൽ അക്കൂരിക്കല്ല അവൻ്റെ അടുത്ത് ടിക്കറ്റ് എടുത്ത് അപ്പൊ നമ്മളിന്നത്തെ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നാളെയും ഇറങ്ങണം അല്ലേ ചെയ്യാനേ വണ്ടി ശരിയാവാൻ പൈസ ആ വണ്ടി ശരിയാക്കാൻ 5 രൂപയുണ്ട് ഞാൻ തന്നെ കൊടുക്കണം എന്താണ്ടായി എന്റെ പൈസ തീർക്കാൻ വേണ്ടിയാണോ ഓഫ് നീ ഇച്ചാന്ന് ഞങ്ങൾക്ക് അറിയാട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് തന്നെയാണ് അല്ലേ ചെയ്യാനേ കളക്റ്റൊക്കെ കൊടുക്കുക പൈസ നമ്മ ഈ പൈസ ഒക്കെ കൂട്ടുന്നത് നമ്മുടെ ഈ ചെയ്സർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ചെയ്യും ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ ഓക്കെ ബൈ